ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെ 20-ാം ദിവസം ചൊവ്വാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബറോസ് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 111 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് മെനിഞ്ഞാന്ന് ദുൽഖർ സൽമാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 20-ാമത്തെ ദിവസം ചൊവ്വാഴ്ചയും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. 20-ാമത്തെ ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 19-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും ഇന്ത്യയിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 1000-1200 ടിക്കറ്റ്സുകളൊക്കെയാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. 18 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് 111 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ഫിഗർ ഏകദേശം 120-125 റേഞ്ചിലേക്ക് എത്തപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. 18-ാം ദിവസമായ ഞായറാഴ്ചയിലെ ട്രെൻഡിങ്ങിന് ശേഷം ഇനി ഒരിക്കലും ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ എത്താൻ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് സാധിക്കില്ല എന്നുള്ളവർ ചിലർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ആഴ്ച വരെ ട്രെൻഡിങ്ങിൽ ലക്കി ഭാസ്കർ ബുക്ക് മൈ ഷോ ആപ്പിൽ ഉണ്ടാവും. പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസായല്ലോ. 2 മിനിറ്റ് 4 സെക്കൻഡാണ് ട്രെയിലറിന്റെ ദൈർഘ്യം. ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം എന്താണെന്ന് ട്രെയിലർ കട്ട്സിലൂടെ മനസ്സിലാവുന്നില്ല. അത് ട്രെയിലർ കട്ട്സിന്റെ മേന്മ തന്നെ ആണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഗ്രാഫിക്സും CG വർക്കെല്ലാം ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പലരും ട്രോളാൻ റെഡി ആയിട്ടിരുന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് യാതൊരുവിധ പോരായ്മയും കാണാൻ സാധിച്ചില്ല. അല്പമെങ്കിലും ചെറിയ രീതിയിൽ കല്ലുകടിയായി തോന്നിയത് ലാലേട്ടന്റെ ഡബ്ബിംഗ് ആണ്. അത് ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് മികച്ചു നിൽക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ ഒട്ടനവധി റിയലിസ്റ്റിക് സിനിമകളാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ബറോസ് എന്ന ചിത്രം കണ്ടു തുടങ്ങി നമ്മൾ അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു ഡബ്ബിംഗ് പോരായ്മയെല്ലാം നമ്മൾ മറക്കും. അതാണ് നമ്മളുടെ ഒരു വിശ്വാസം. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജിലാസ്.